ഡിയേഴ്സ്, അമ്മ അന്നദൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമുളക് കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് ഇടത്തരം പച്ചമുളക്, ചെറിയുള്ളി, വാളൻപുളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, പിന്നെ കുറച്ച് ശർക്കര കൂടി വേണം. ആദ്യം മുളക് കഴുകി വൃത്തിയാക്കി ഇതുപോലൊന്ന് പിളർന്നു കൊടുക്കണം. അതിനുശേഷം ഉള്ളി അരിഞ്ഞെടുക്കാം. പിന്നെ ഈ വാളൻപുളി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം. ഇതിനുവേണ്ടി ഇവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. ഇത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ചുവന്നുള്ളി അരിഞ്ഞെടുത്ത് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഈ സമയത്ത് ഉപ്പുപൊടി, കായപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയതിനു ശേഷം നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നില്ലേ, അതിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പുളിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവില്ലാത്ത മുളകാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കൂടെ മുളക് പൊടി കൂടി ചേർക്കണം കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഇത് ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് നന്നായി മുളകിനകത്തേക്കൊക്കെ പുളി പിടിക്കണം കേട്ടോ. അതിനുശേഷം ഇറക്കി വെക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവര് തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണം. പച്ചമുളകിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് കേട്ടോ. പ്രമേഹ രോഗികൾക്ക് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ പച്ചമുളക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിറ്റാമിൻ സി ധാരാളം ഉള്ളതാണ് ഇതില്. പക്ഷെ അത് അധികം കഴിക്കാൻ പാടില്ല. അതിന് അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ട്. അൾസർ പോലുള്ള രോഗങ്ങളുള്ളവർക്ക് എരിവ് തീരെ കഴിക്കാൻ പാടില്ല. അപ്പോൾ എരിവ് കഴിക്കാൻ പറ്റുന്നവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു 3-4 ദിവസം കേടുകൂടാതിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.